സുരേഷ് ഗോപി എന്ന മഹാനാടക നടനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ? അദ്ദേഹത്തിന് ഇലക്ഷൻ സമയങ്ങളിൽ ഇസ്ലാം മത വിശ്വാസികളോട് വല്ലാത്ത സ്നേഹമാണ്. അദ്ദേഹം അഭിനയിക്കുന്ന നാടകത്തിൽ കുറെ കഴുതക്കാലുകൾ വേണമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം കുറെ കഴുതക്കാലുകൾ പരതിക്കൊണ്ടിരുന്നു. അവസാനം കഴുതക്കാലുകൾ കിട്ടിയിരിക്കുന്നു. കാണുക. ഇസ്ലാം മത വിശ്വാസികളുടെ പുണ്യമാസമായ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കായി അദ്ദേഹം ഒരു നാടകത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നോമ്പ് തുറ നമുക്കൊന്ന് കാണാം. എങ്ങനെയുണ്ട്? മരം പോലെ മൊയ്ലിയേനെ അടുത്തിരിക്കുന്നു. ഒരു മൈൻഡ് പോലുള്ള ഇയാൾക്ക്. ഇയാൾ ഇങ്ങോട്ട് മൊയ്ലിയേന്റെ ഭാഗം നോക്കുന്നതേ ഇല്ല. കണ്ടില്ല എത്ര കഴുതക്കാലുകൾ. കഷ്ടം തന്നെയാണ്. അടുത്തിരിക്കുന്ന മൊയ്ലിയാരിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല സുരേഷ് ഗോപി. ആ മൊയ്ലിയാർ ആരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അയാളുടെ ജോലി പോകുമോ എന്ന് ഭയന്നുകൊണ്ടാവണം സുരേഷ് ഗോപിയുടെ അടുക്കൽ ഇരുന്നത്. കഷ്ടം തന്നെയാണ്. ഇസ്ലാം മത വിശ്വാസികളുടെ തലക്ക ആണിയടിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ സുരേഷ് ഗോപിയുടേത്. ഇത് അറിഞ്ഞുകൊണ്ട് സ്വന്തം തല ആണി അടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി എന്ന നടൻ്റെ അടുത്ത് വന്ന് തല കുമ്പിട്ട് നിൽക്കുന്ന കുറെ കഴുതകളായ മനുഷ്യരെ കാണുമ്പോൾ വല്ലാതെ വേദന തോന്നുന്നു. തൊപ്പിയും താടിയും വെച്ച് നടക്കുന്ന ഇസ്ലാം മത വിശ്വാസികളെ കണ്ട തലയിൽ ആണിയടിക്കാൻ നടക്കുന്ന പാർട്ടിയാണ് ഇയാളുടേത്. അങ്ങനെയുള്ള അയാളെ വിളിച്ചുകൊണ്ട് പവിത്രമായ പള്ളിയിൽ ഇരുത്തിക്കൊണ്ട് നോമ്പ് തുറപ്പിക്കുന്നു. ഇയാൾക്ക് ചുറ്റും ഇരിക്കുന്നവർ കഴുതകളാണെന്ന് തോന്നിപ്പോകുന്നു. അതെ, കഴുതകളാണ്. വെറും നാടക അഭിനയത്തിന് വേണ്ടി പള്ളിയും റമദാൻ മാസവും നോമ്പും കഥാപാത്രമാകുമ്പോൾ മുസ്ലിം സമൂഹമേ, നിങ്ങൾ ലജ്ജിക്കുക. ആത്മാർത്ഥമായി മുസ്ലിം സ്നേഹമുള്ള ഒരുപാട് ഹൈന്ദവ സഹോദരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെല്ലാം ഇതുപോലെ ഒരു നോമ്പ് തുറയാണെങ്കിൽ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. പക്ഷേ ഇതൊരു നാടകത്തിന് വേണ്ടി, അതായത് പൊളിറ്റിക്കൽ ഡ്രാമ, അതായത് സ്വന്തം പാർട്ടി ജയിക്കുന്നതിന് വേണ്ടി ഞാൻ തികച്ചും ഇസ്ലാം മതക്കാരെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തേർഡ് റേറ്റ് നാടകമല്ലേ ഇത്? ഈ നാടകത്തിന് കൂട്ടുപിടിക്കുന്നവരെ കഴുതകൾ തന്നെ പറയണം.